എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 9 വാരാഹിയുടെ ഈവനിങ് മന്ത്രം അല്ലെങ്കിൽ ഈവനിങ് പൂജ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണെന്ന് സംസാരിക്കുന്നത്. ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ തന്നെ അറിയാത്തവർക്കായി ഷെയർ ചെയ്യുന്നു. വരാഹി ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ. വരാഹി ദേവി എന്ന് പറയുന്നത് ആ ദേവിയുടെ ശക്തി അറിയണമെങ്കിൽ ഉറപ്പായിട്ടും വരാഹിയോടുള്ള വിശ്വാസം ആദ്യം ഉണ്ടാവണം. വരാഹിയുടെ ആ വിശ്വാസം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരാഹി അമ്മ നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ വിചാരിച്ച കാര്യങ്ങളിൽ ഏതാണോ നിങ്ങൾക്ക് നടക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യം ഏതാണോ അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഉറപ്പായിട്ടും നിങ്ങളത് വരാഹി അമ്മയിൽ അർപ്പിക്കുക. ആ മന്ത്രം എന്ന് പറയുന്നത് വളരെ ശക്തിയായ മന്ത്രമാണ്. അത് നിങ്ങൾ ജീവിച്ച് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു പക്ഷേ വരാഹി അമ്മയായിട്ട് എനിക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്ക് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എൻ്റെ പല കാര്യങ്ങളും നടക്കാതെ പോകാൻ ചാൻസുള്ള പല കാര്യങ്ങളും ഞാൻ അതവിടെ പറയുന്നില്ല. പല കാര്യങ്ങളും അത് ഒരുപാട് ഞാൻ പരിശ്രമിച്ചു. അപ്പോൾ എനിക്കത് നടക്കാതെ വന്നിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും ഒരുവിധം എനിക്ക് വരാഹി അമ്മ പരിഹരിച്ചു തന്നു. എനിക്ക് ഒന്ന് നേരെ നിവർന്നു നിൽക്കാൻ, പലരുടെയും മുന്നിൽ നിവർന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്നു വരാഹി അമ്മ. അതുകൊണ്ട് തന്നെയും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നു. വരാഹി അമ്മയുടെ സ്വന്തം മകളെന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് അമ്മ, സ്വന്തം നമ്മുടെ അമ്മ അല്ലേ, നമ്മുടെ ഫാമിലി മെമ്പർ, നമ്മുടെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അമ്മയ്ക്കും അച്ഛനും അല്ലേ എന്ന് പറയുന്ന പോലെ അത്രയും ഇമ്പോർട്ടൻസാണ് ഞാൻ വരാഹി അമ്മയ്ക്ക് കൊടുക്കുന്നത്. കാര്യം ഒരുപാട് നേട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പോസിറ്റീവ് കമൻസാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ വരാഹി അമ്മയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയതുകൊണ്ടായിരിക്കില്ലേ അവർ കമൻറ്റ് ചെയ്യുന്നത് അല്ലേ. അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു, ഒരുവിധം തട്ടിമുട്ടി പോകുന്നു വരാഹി അമ്മയുടെ അനുഗ്രഹത്താണെന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ്. അവർക്കും ഒരു പക്ഷേ അവരെ നോക്കി നിർത്താൻ അല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ വരാനായിട്ട് വരാഹി അമ്മ അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്തോ ഒരു സംതിങ് ഒരു അത്ഭുതം അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പലർക്കും വരാഹി അമ്മയുടെ മന്ത്രം എങ്ങനെ ചൊല്ലേണ്ടതെന്ന് അറിയില്ല. ശരിക്കും 21 തവണ നിങ്ങൾ ജപിച്ചാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ഡേ 1 to ഡേ 21 വരെയുള്ള പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡേ 9th ഡേയിലെ പൂജയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൽ ഈവനിങ് പ്രെയർ, അപ്പോൾ മോർണിംഗും ഈവനിങ്ങുമായിട്ടാണ് ഞാൻ പ്രെയർ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗ് മിക്കവാറും ഉണ്ടാവില്ല മോർണിംഗ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ. കാര്യം അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓഡിയൻസ് ഉള്ള ടൈം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ, അതായത് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തത് കുറച്ചൊരു 5-5:30 ആ ഒരു സമയത്താണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കാര്യം ഒത്തിരി ഓഡിയൻസ് ഉണ്ടാവും, അവർക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം പലർക്കും ജോലി തിരക്കും അതുപോലെ ഫാമിലിയുമായിട്ടുമൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ലായിരിക്കാം എനിക്ക് തോന്നുന്നു. പിന്നെ അബ്രോഡുള്ള കുറേ പേരുണ്ട്, US, കാനഡ എന്നൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈം ഇവിടുത്തെ ടൈമേക്കാളും നല്ലപോലെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവർക്കും ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ടോട്ടലി ടൈമും അങ്ങോട്ട് ചേഞ്ച് വരുന്നില്ലേ മിഡിൽ ഈസ്റ്റുള്ളവർക്കും അതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടൈം ചൂസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും അത്യാവശ്യം വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൂജ എന്ന് പറയുമ്പോൾ നിങ്ങൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് അങ്ങനെ ചെയ്യണമെന്നില്ല. അതുപോലും ഇല്ലാത്ത സാഹചര്യമുള്ള ഒത്തിരി പേര് കാണും നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു വിളക്ക് തെളിയിച്ചാലും മതി. വരാഹി അമ്മയുടെ പൂജ ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക, പടമില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് വിളക്ക് തെളിയിച്ചില്ലെങ്കിലും മനസ്സിൽ ധ്യാനിച്ചാലും മതി. ഇപ്പോൾ അശുദ്ധമായിട്ടുള്ളവർക്ക് ചോദിക്കാറുണ്ട് ധ്യാനിക്കാമോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ ധ്യാനിക്കുക, 21 പ്രാവശ്യം അമ്മയുടെ മന്ത്രം ജപിക്കുക. അപ്പോൾ
അപ്പോൾ മോർണിംഗ് ടൈമിലുള്ളത് ഈ ഒരു ടൈമിൽ ചെയ്യുക, ഈവനിങ് ടൈമിൽ രാത്രി കിടക്കുന്ന ടൈമിലെങ്ങാനും ജീവിച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പൂജ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. വലിയ പൂജയായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ അമ്മയോടുള്ള വിശ്വാസം അതാണ് ഏറ്റവും വലുത്. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കുക. അപ്പോൾ മന്ത്രം ജപിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, 21 തവണയാണ് ജപിക്കേണ്ടത്. ഓം വരാഹവദനായ നമഃ. 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 ഓം വരാഹവദനായ നമഃ.
ॐ वराहवदनाय नमः। 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 ॐ वराहवदनाय नमः।